എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ബൊറൂട്ടോ അവനാണെങ്കിൽ അൺകോൺഷ്യസിൽ വീണ് കിടക്കുകയാണ്. അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ പഴയ മെമ്മറീസ് അതൊക്കെ ആലോചിക്കാൻ തുടങ്ങും. സാറയുടെയും മീറ്റ്സുകയും ബൊറൂട്ടോയും അവർ വളരെ ഹാപ്പി ആയിട്ടായിരുന്നു മിഷന് പോയതും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തതും. അങ്ങനെയെല്ലാം കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് കാണിക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഇപ്പോഴും ബോധം വീണിട്ടില്ല. പക്ഷെ അവന്റെ കയ്യില് മീറ്റ്സുകയുടെ ആ ഒരു ഹെഡ് ബാൻഡ് ഉണ്ട്. ഷിക്കടയും സാറുടെയും ചേർന്ന് ബൊറൂട്ടോ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല. ഉടനെ സാറട അവൾ ടെൻഷനായി ഷിക്കടയോട് ചോദിക്കും, ഈനോജിനും ചോച്ചോയും അവർ രണ്ടുപേരും എവിടെ? അതിനവൻ പറയും, അവരിവിടെ എവിടെയുണ്ട്, ഉറപ്പായാലും ഇവിടേക്ക് എത്തും. നമ്മുടെ പ്രശ്നം അത് വേറൊന്നുമല്ല, എങ്ങനെയെങ്കിലും ബൊറൂട്ടോ എഴുന്നേൽപ്പിക്കണം. അവനാണ് നമ്മുടെ ടീമിന്റെ ലീഡർ. അവൻ ഉണർന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയൂ. ആക്ച്വലി മീറ്റ്സുക അവനവന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഗ്രാമം വിട്ട് പോയതെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. പക്ഷെ സത്യം അതെന്തൊക്കെ ചെയ്താലും സത്യം സത്യം തന്നെയാണെന്ന് പറഞ്ഞ് അവനിപ്പോ വീണ്ടും ബൊറൂട്ടോയെ നോക്കും. കട്ട് ചെയ്ത ഇവിടെ ഈനോജിനും ചോച്ചോയും അവർ രണ്ടുപേരും നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ച് ആ സ്ഥലം മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ്. അതേസമയം സാരട അവളിപ്പോ ഷിക്കടയോട് ചോദിക്കും, നമ്മളിനി എന്താ ചെയ്യാ? തിരികെ ഗ്രാമത്തിലേക്ക് പോണോ അതോ മീറ്റ്സുകയെ അന്വേഷിച്ച് അവന്റെ പിന്നാലെ പോണോ? ഒരല്പനേരം ഷിക്കട അവൻ അങ്ങനെ ആലോചിച്ച് നിൽക്കും. അവൻ പറയും, ആക്ച്വലി മീറ്റ്സുക നമ്മുടെ ഗ്രാമത്തിലെ സെക്യൂരിറ്റീസിനെ അവരെ രക്ഷിക്കാൻ തന്നെയാണ് ശ്രമിച്ചത്. പക്ഷെ ഇപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങള് അതെനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ സ്വമനസാലെയാണ് അവരുടെ കൂടെ പോകുന്നതെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവരിപ്പോ ലാൻഡ് ഓഫ് എർത്തിലേക്കാണ് പോയിരിക്കുന്നത്. അവിടേക്ക് നമ്മൾ രണ്ടുപേരും മാത്രം പോയാൽ അത് വലിയ അപകടമാണ്. അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ചോച്ചോയെയും ഈനോജിനെയും അവരെ കണ്ടെത്തണം. കട്ട് ചെയ്ത ഇവിടെ ഈനോജിൻ അവനാണെങ്കിൽ തൊട്ടു മുൻപില് കാട്ടില് വലിയ എന്തോ ശബ്ദമൊക്കെ കേൾക്കും. അവൻ ആ ഭാഗത്തേക്ക് പോവും. അപ്പോ ഒരു മുയല് അവന്റെ ബോഡിയിലേക്ക് എടുത്തു ചാടി അങ്ങനെ ഓടിപ്പോവാണ്. ഈനോജിൻ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അങ്ങനെ ടേൺ ചെയ്യും. അപ്പൊ അവന്റെ തൊട്ടു മുൻപില് ആ ഒരു മോൺസ്റ്റർ. ഈനോജിൻ അതിനെ കണ്ട് പേടിച്ച് നിലവിളിക്കാനായിട്ട് തുടങ്ങും. അവന്റെ നിലവിളിയൊക്കെ കേട്ട് ചോച്ചോയും സാറുടെയും ഷിക്കടയും എല്ലാവരും ആ സ്ഥലത്തേക്ക് വരികയാണ്. പക്ഷേ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ അവൻ അറ്റാക്ക് ചെയ്യുന്നില്ല. അതൊരു ചെറിയ കുട്ടിയാണ്. അതവന്റെ ബോഡിയിൽ കിടന്ന് കൊഞ്ചി കൊഴയാണ്. ഈനോജിനാണെങ്കിൽ വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ രക്ഷിക്ക്, ഇതിനെ പിടിച്ചു മാറ്റ്. ചോച്ചോ ആണെങ്കിൽ അവളുടെ കയ്യിലെ ചിപ്സ് പാക്കറ്റ് അതിൽ നിന്ന് കുറച്ച് ചിപ്സ് ഒക്കെ എടുത്തു കൊടുത്ത് അതിനെ കളിപ്പിക്കാൻ ശ്രമിക്കും. അതാണെങ്കിൽ ആ ചിപ്സ് പാക്കറ്റ് തട്ടിത്തെറിപ്പിച്ച് ഇപ്പൊ ഈനോജിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം വേറെ വഴിയില്ലാതെ ഈനോജിൻ അവനാണെങ്കിൽ ആനിമലിനെ എടുത്ത് അവരെല്ലാവരും ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പോഴും പഴയ ഇമാജിനേഷനിൽ തന്നെയാണ്. ഇമാജിനേഷനിൽ ബൊറൂട്ടോയും മീറ്റ്സുകയും അവർ രണ്ടുപേരും റെസ്റ്റോറന്റിലേക്ക് ഇരിക്കുകയാണ്. ആ പാവ റെഡ് സ്നേക്ക് അതിപ്പോ ബൊറൂട്ടോയെ നോക്കി അവിടേക്ക് വരും. ബൊറൂട്ടോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ആ സ്നേക്ക് അതാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ പാഞ്ഞടുക്കും. അടുത്ത സെക്കൻഡ് ബൊറൂട്ടോ അവൻ മീറ്റ്സുകയുടെ കൈയും പിടിച്ച് അവിടുന്ന് ഉഷാറായിട്ട് ഓടുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഈനോജിനാണെങ്കിൽ ആ ഒരു മോൺസ്റ്റർ ആനിമൽ അതിനെ നോക്കി നിൽക്കുകയാണ്. അത് കല്ലൊക്കെ പെറുക്കി ഈനോജിന്റെ തലക്കെറിയും. അവൻ എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഈനോജിൻ അവനാണെങ്കിൽ കുറച്ച് ബേർഡ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവന് കളിക്കാൻ കൊടുക്കും. അതിനുശേഷം മൊയലിനെയും അവന്റെയും ഫോട്ടോ ഒക്കെ വരച്ചു കൊടുത്ത് ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുത്ത് ഈനോജിൻ അവനെ എന്റർടൈൻ ചെയ്യാണ്. അതേസമയം ബൊറൂട്ടോ അവൻ ഇപ്പോഴും ആ ഇമാജിനേഷനിൽ തന്നെയാണ്. കട്ട് ചെയ്ത അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ ആ സ്നേക്കിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ബൊറൂട്ടോയ്ക്ക് മനസ്സിലാവും മീറ്റ്സുകയെ അവനിപ്പോ ബൊറൂട്ടോയ്ക്ക് നഷ്ടമായെന്ന്. ആ പാമ്പ് പറയും, നിനക്കിപ്പോഴെങ്കിലും മനസ്സിലായില്ലേ നിന്റെ ഫ്രണ്ട് അവൻ നിന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നുവെന്ന്. ആ സ്നേക്ക് ആണെങ്കിൽ അതിന്റെ വാൽ വെച്ച് ബൊറൂട്ടോയെ ആഞ്ഞടിക്കും. ബൊറൂട്ടോ തെറിച്ചു വീഴും. അവന്റെ കയ്യിലുണ്ടായിരുന്ന മീറ്റ്സുകയുടെ ഹെഡ് ബാൻഡ് അതങ്ങനെ തെന്നി മാറി ദൂരേക്ക് പോവും. ബൊറൂട്ടോ ഒരു സെക്കൻഡ് ഇപ്പൊ ആ പാമ്പിന്റെ കണ്ണുകളിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കും. അതിനുശേഷം അടുത്ത നിമിഷം ബൊറൂട്ടോ അവൻ ഞെട്ടി എഴുന്നേക്കാണ്. അവൻ ഷിക്കടയോട് പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് മീറ്റ്സുകയുടെ അടുത്തേക്ക് പോണെന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ നോക്കുകയാണ്. പക്ഷേ അവന് നല്ല രീതിയിൽ ചെസ്റ്റ് പെയിൻ എടുത്ത് താഴേക്ക് വീഴും. ബൊറൂട്ടോ വീണ്ടും അവന്റെ ഹെഡ് ബാൻഡ് എടുത്ത് കാണിച്ചു കൊടുക്കും. മീറ്റ്സുക അവനൊരു തെറ്റായ വഴിയിലാണ്. ഇങ്ങനെ ഒരു സമയത്ത് അവന്റെ ഫ്രണ്ട്സായ നമ്മള് അവനെ വിട്ടുകൊടുക്കാൻ എങ്ങനെയെങ്കിലും ആ തെറ്റ് തിരുത്തി അവനെ തിരികെ കൊണ്ടുവരണം. ഉടനെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ പഴയ ഫുജികാഗയെ ഓർമ്മ വരും. ബൊറൂട്ടോ ഹാപ്പി ആയിട്ട് പറയും, ഉറപ്പായിട്ടും പഴയ ഫുജികാഗ അദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞ് അങ്ങനെ ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവരെല്ലാവരും ഇപ്പൊ ഒരു ഗുഹയിലേക്ക് വരും. ബൊറൂട്ടോ മീറ്റ്സുകയോട് പറയും,
നീ ഈ ഒരു ആനിമലുമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞങ്ങൾ സിഗ്നൽ തരും. അപ്പൊ തന്നെ ഇതിനെയും കൂട്ടി നീ ഗ്രാമത്തിലേക്ക് പോയി കാര്യങ്ങളെല്ലാം ഗ്രാമത്തിലുള്ളവരോട് പറയണം. ഈനോജിന് അതിന് ഓക്കെ പറയും. അതിനുശേഷം നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പോ മെയ്റ്റ്സുകയെ അന്വേഷിച്ച് അങ്ങനെ മുൻപോട്ട് പോവാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ മിസുകാക അപ്പൂപ്പൻ ആളില് നല്ല വിശ്വാസമുണ്ട്. ഉറപ്പായിട്ടും അദ്ദേഹം നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞ് അവർ വലിയ പ്രതീക്ഷയോട് കൂടിയായിരിക്കും അവിടേക്ക് പോവാ. കട്ട് ചെയ്ത ലീഫ് വില്ലേജ് കാണിക്കും. അവിടെ സായി ആണെങ്കിൽ ലാൻഡ് ഓഫ് എർത്തിലേക്ക് അയച്ച ഇന്റൽ ടീംസിന്റെ യാതൊരു വിവരവും ഇല്ല. അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? നമ്മുടെ ടീംസുമായിട്ട് നമുക്കിപ്പോൾ കോണ്ടാക്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല മെയ്റ്റ്സിയെ കുറിച്ച് ഇതുവരെയായിട്ടും ജെനുവിൻ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പോലും കിട്ടിയിട്ടില്ല. നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത കൊനമാരു ആണെങ്കിൽ അതെല്ലാം കേട്ട് അങ്ങനെ നിൽക്കാണ്. അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ ഡോർ തല്ലി തുറന്ന് അകത്തേക്ക് വരും. കൊനാമാരു പറയും, ഇനിയും ഞാൻ നോക്കി നിൽക്കില്ല. ടീം 7 അവരെന്റെ ടീമിലുള്ളവരാണ്. സോ ഞാൻ ഉറപ്പായിട്ടും സ്റ്റോൺ വില്ലേജിലേക്ക് പോകുന്ന അവൻ അടിച്ചു പറയും. വേറെ വഴിയില്ലാതെ ഇപ്പൊ നറൂട്ടോയും അത് ആക്സെപ്റ്റ് ചെയ്യാണ്. നറൂട്ടോയ്ക്കാണെങ്കിൽ കൊനഹമാരുവില് ഒരു വലിയ പ്രതീക്ഷയുണ്ട്. കട്ട് ചെയ്ത കൊനഹമാരു അവനവന്റെ ഗ്രാൻഡ് ബേയുടെ പ്രതിമയുടെ മുകളിലേക്ക് വരും. അതിനുശേഷം അൻപു ബ്ലാക്ക് ഓപ്സിന്റെ ആ ഹൂഡിയും മാസ്ക് ഒക്കെ ഇട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ച് ഫുൾ സ്പീഡില് അവിടുന്ന് കടന്നു പോവും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ പിള്ളേര് അവരാണെങ്കിൽ വലിയൊരു മല അത് വലിഞ്ഞു കയറും. ആ മലയിലൂടെ വലിയൊരു പൈപ്പും ടണലൊക്കെ കടന്നു പോകുന്നതായിട്ട് അവർ കണ്ടെത്തും. അതിനുശേഷം അവർ ആ ടണലിലൂടെ എങ്ങനെയെങ്കിലും ഗ്രാമത്തിലേക്ക് കടക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ്. ഇവിടെ മീറ്റ്സിയൊക്കെയാണെങ്കിൽ ഒരുപാട് നേരം വെറുതെ ഇരുന്ന് ബോറടിക്കാൻ തുടങ്ങും. മാത്രമല്ല അവന് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലും അവിടുന്ന് കഴിക്കാൻ കിട്ടുമെന്നറിയാൻ ചുറ്റും നോക്കും. അപ്പൊ ആ ഒരു ആനിമലിനെ അവിടെ കാണാനുണ്ടാവില്ല. അവൻ ടെൻഷനായി ഇപ്പൊ ആ ഗുഹയുടെ അടുത്തേക്ക് ഓടിയെത്തും. അവിടെയാണെങ്കിൽ ആ ആനിമല് അതിന്റെ തൊട്ടടുത്തായി ആ ഒരു റാബിറ്റ് അത് ചത്ത് കിടക്കുകയാണ്. ഉടനെ ഈനോജിനാണെങ്കിൽ ചെറിയൊരു കുഴി ഒഴിച്ച് ആ മൊയലിനെ അതിലിട്ട് മൂടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോ ആണ് ടീം. അവരൊരു വിധത്തില് ഗ്രാമത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അവരാണെങ്കിൽ ആ ഗ്രാമം മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ്. അവർക്ക് ആ ഗ്രാമം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലീഫ് വില്ലേജിന്റെ അത്രയും പ്രൊട്ടക്ഷനോ സെക്യൂരിറ്റിയോ ഒന്നുമില്ലാത്ത ഒരു ഗ്രാമമാണത്. ബൊറൂട്ടോ ചുറ്റും നോക്കും. നമ്മൾ ആദ്യം ആ ഗ്രാൻഡ് പാ മിസുകാക അദ്ദേഹത്തെ കണ്ടെത്തണം. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹത്തെ അറിയിച്ച ഉറപ്പായിട്ടും നമുക്ക് വേണ്ട അസിസ്റ്റൻസ് അത് അദ്ദേഹത്തിന് നമുക്ക് തരാൻ കഴിയും. അതിനു മുമ്പ് ആദ്യം അദ്ദേഹം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ ചോച്ചോ അവളുടെ കൺട്രോൾ പോയി ഇപ്പൊ ഗ്യാസ് റിലീസ് ചെയ്യാൻ തുടങ്ങുക. ആ ശബ്ദം കേട്ട് ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരെയും ഇപ്പൊ ചോച്ചോയെ തുറിച്ചു നോക്കും. അവരെത്രയും പെട്ടെന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ ലോങ് ഷോട്ടിലായിട്ട് കുറച്ചുജി അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കറക്റ്റായിട്ട് നോട്ട് ചെയ്യും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഒരു വയസ്സായ അപ്പൂപ്പന്റെ ഹോട്ടലിലേക്ക് വരാണ്. എന്നിട്ട് ആവശ്യമായ ഫുഡുകൾ അതൊന്നൊന്നായി വാങ്ങി വയറ് നിറയെ കഴിക്കും. അപ്പോൾ അവർ കാണും അപ്പൂപ്പൻ മിസുകാഗയുടെ ഫോട്ടോ. അതാണ് ആ ഹോട്ടലിൽ നിറയെ. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അപ്പൂപ്പൻ മിസുകാഗയെ കുറിച്ച് ആ കടക്കാരനോട് ചോദിക്കും. അങ്ങനെ ആ കടക്കാരനെ സംസാരിച്ച് കൺവിൻസ് ചെയ്ത് നമ്മുടെ അപ്പൂപ്പൻ മിസുകാഗയുടെ വീട് അതെവിടെയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ആൾക്കാര് അവിടേക്ക് പോവും. അതേസമയം ഇവിടെ ഈനോജിൻ അവനാണെങ്കിൽ ആ ആനിമലുമായിട്ട് കളിക്കുകയാണ്. അതിന് പേരൊക്കെ ഇട്ട് അതിനോട് സംസാരിച്ച് ഹാപ്പി ആയിട്ടിരിക്കും. കട്ട് ചെയ്താ ഇവിടെ അക്കട്സുജി ആളാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരികയാണ്. നിങ്ങൾ ഇവിടേക്ക് വരുമെന്ന് നിന്റെ അച്ഛൻ ഹൊക്കാഗ നറൂട്ടോ അദ്ദേഹം ഞങ്ങളെ ഓൾറെഡി അറിയിച്ചിരുന്നു. ബൊറൂട്ടോ ആണെങ്കിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പൊ അക്കട്സുജിയോട് പറയും. അക്കട്സുജി ഉടനെ അവരെയും കൂട്ടി ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് അപ്പൂപ്പൻ മിസുകാഗയുടെ അടുത്തേക്ക് വരും. ബൊറൂട്ടോ ആണെങ്കിൽ ഒരുപാട് ഹാപ്പിയായി ഇപ്പോ അപ്പൂപ്പൻ മിസുകാഗയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മീസയെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കണം എന്നാവശ്യപ്പെടും. അപ്പൂപ്പൻ മിസുകാഗയാണെങ്കിൽ തീർത്തു പറയും, ഐ എം സോറി, എന്നെ കൊണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്നതുപോലെ ലീഫ് വില്ലേജിലേക്ക് തിരികെ പോകണം. അടുത്ത നിമിഷം ഒരുപാട് വില്ലന്മാരും ആ സോംബി ആനിമലും അവറ്റകളെല്ലാം അവിടേക്ക് വരികയാണ്. ഉടനെ ആ മെയിൻ വില്ലൻ മാസ്റ്റർ കൂ അവനാണെങ്കിൽ അപ്പൂപ്പൻ മിസുകാഗയുടെ മുൻപില് അങ്ങനെ തല താഴ്ത്തി നിൽക്കും. അതുകൊണ്ട് നമ്മുടെ ആൾക്കാര് അവരങ്ങനെ ഷോക്കായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.